അച്ഛനെങ്കിലും എന്നൊന്ന് മനസ്സിലാക്ക്. അച്ഛാ, എന്തിനാണ് ഈ വിളിക്കുന്നേ? ഇനി ആരെങ്കിലും കൊല്ലാനുണ്ടോ? ഇനി നിന്നെ ഞങ്ങളുടെ മുന്നിൽ കണ്ടുപോവരുത്. എന്തിനാ യശോദ ഇവളെ ആട്ടി ഓടിക്കുന്നേ? ഇപ്പോഴല്ലേ ഇവളെ മടിയിലിരുത്തി ലാളിക്കേണ്ടത്. നീ പ്രസവിച്ച നിന്റെ മോളെ കൊന്നിട്ടല്ലേ നിൽക്കുന്നത്. എത്ര കാലം മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, ഈ അസുരവിത്തിനെ എടുത്തു വളർത്തിയ ഇവള് നിങ്ങളെ ചതിക്കുമെന്ന്. കേട്ടോ നിങ്ങള്? അവസാനം അവൾക്കും അവളുടെ കാമുകനും വേണ്ടി ഒന്നിച്ച് ജീവിക്കാൻ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞില്ലേ? ഇല്ല മുത്തശ്ശി, ഞാൻ എന്റെ പ്രിയ ഒന്നും ചെയ്തിട്ടില്ല. മിണ്ടിപ്പോരുത് നീ. ഇനി നിനക്ക് എന്താടി ന്യായീകരിക്കാനുള്ളത്? ആശുപത്രിയിൽ വരുണിനെ വിളിച്ചു വരുത്തിയിട്ട് അവളെ തല്ലി ചതച്ചില്ലേ? കത്തിച്ചു കളയോന്ന് പറഞ്ഞില്ലേ? പക്ഷെ നീയോ അവനോ അത് ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ലല്ലോടി ദുഷ്ടേ. യശോദേ, ഇക്കാലത്തിനിടയിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നീ കേട്ടിട്ടുണ്ടോ? ഇവളല്ലാതെ വേറെ ഒരുത്തി അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ നിൽക്കുവോ? പക്ഷേ നീയും ദേവൻ ഇവളെ വെറുതെ വിട്ടാലും ഇവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല. എന്റെ പ്രിയങ്കമോളെ കൊന്നതിനുള്ള ശിക്ഷ ഇവൾ അനുഭവിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവസാനമായി ഒരു നോക്ക് കാണിച്ചില്ല. അവളുടെ ചിതാഭസ്മെങ്കിലും എന്നെ എന്ത് കാണിക്കോ? അതിനുള്ള കരുണയെങ്കിലും എന്നോട് എന്റെ കുടുംബത്തിനോട് ഉണ്ടാവില്ലേ? എടുത്തോണ്ടൊന്ന് കൊടുക്കടി. നിനക്ക് വേണ്ടി പലപ്പോഴും അവളെ അവഗണിച്ചിട്ടുണ്ട് ഇവര്. നീ തന്നെ അവളെ കത്തിച്ച ചോരമെടുത്ത് അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കടി.